blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യമേ തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസർക്കായി പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, UAE നിന്നുള്ള ജെറിക്കും ഫാമിലിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലിയിൽ അവർ ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും കർത്താവരെ പുറത്ത് കൊണ്ടുവരണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ, ആരോഗ്യത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ മേൽ കർത്താവെ, ഈ വർഷം അങ്ങ് ചൊരിയുവാൻ ആഗ്രഹിക്കുന്ന സകല നന്മകളും അനുഗ്രഹങ്ങളും സമാധാനവും ആത്മീയവും ഭൗതികവുമായ നന്മകളും കർത്താവ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി ഇത് ചെയ്തിരിക്കുകയാൽ അങ്ങ് ഇവർക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തുതികളിൽ വാഴുന്ന തിരുനാമം ഉയർത്തിയിടുന്നു. എന്നെന്നും വാഴ്ത്തേണം സർലോകനാഥന കർത്താവി കർത്താവിനെ. സർവനാമത്തിനും മേലായ നാമം, എല്ലാ മുഴങ്കാലും വഴങ്ങിയിടും നാമം, ദൂരന്മാരാർക്കിടും നാമം, അവനെ സ്തുതിക്കുക. സർവനാമത്തിനും മേലായ നാമം, എല്ലാ മുഴങ്കാലും വഴങ്ങിയിടും നാമം, ദൂരന്മാരാർക്കിടും നാമം, അവനെ സ്തുതിക്കുക. യേശുവേ 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 യേശുവേ. ശബ്ദമുയർത്തി യേശുവേ 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 യേശുവേ. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് ദ സൺ എന്ന് വെച്ചാൽ യേശു. ദ സൺ ഈസ് ദ റേഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി ആൻഡ് ദ എക്സാക്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹിസ് ബീയിങ്, സസ്റ്റെയിനിങ് ഓൾ തിങ്സ് ബൈ ഹിസ് പവർഫുൾ വേർഡ്. തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും താങ്ങി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും ചേർന്ന് പറയാമോ? തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും താങ്ങി നിർത്തുന്ന ദൈവം. സയൻസ് പഠിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്. ഭൂമിയും സൂര്യനും ചന്ദ്രനും എണ്ണിക്കൂടാനാവാത്ത നക്ഷത്രങ്ങളും ഒന്നും ഒരു സപ്പോർട്ടില്ലാതെ ശൂന്യതയിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഇതിനൊന്നിനും ഒരു താങ്ങോ മുട്ടോ കൊടുത്തിട്ടില്ല. ഇതെല്ലാം ശൂന്യതയിൽ ദൈവം ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ സീക്രട്ട് നമ്മൾ കാണുന്നത്, ശാസ്ത്രം അത് പറയുമ്പോൾ, യാഥാർത്ഥ്യം അതായിരിക്കുമ്പോൾ, ബൈബിൾ പറയുന്നു ദൈവം തൻ്റെ വചനത്താലാണ് അതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. സൂര്യന് ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം തൻ്റെ വചനത്താലാണ് ചെയ്തിരിക്കുന്നത്.
ഭൂമി അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഓർബിറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഭ്രമണപഥം കൊടുത്തിട്ടുണ്ട്. ഇത് ദൈവം നിശ്ചയിച്ചത് തൻ്റെ ശക്തിയുള്ള വചനത്താലാണ്. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു ഓർബിറ്റ് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒരു ഗവൺമെൻറ്റുമല്ല വാച്ച്മാനെ വെച്ച് ഇത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം തൻ്റെ ശക്തിയുള്ള വചനത്താൽ അതിനെ താങ്ങി നിർത്തി അതിനെ ഓടിക്കേണ്ടിടത്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന എണ്ണിക്കൂടാനാവാത്ത അത്രയും നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാത്തിനെയും പൊസിഷൻ ചെയ്തിരിക്കുന്നത് ദൈവമാണ്. എന്ന് മാത്രമല്ല, ദൈവം അതിനെ തൻ്റെ വചനത്താലാണ് താങ്ങി നിർത്തിയിരിക്കുന്നത്. ഇതിനൊക്കെ ഭാരമില്ലേ? ഇതിനൊക്കെ ഒത്തിരി വെയിറ്റ് ഉണ്ട്. പക്ഷേ ദൈവം തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും താങ്ങി നിർത്തിയിരിക്കുന്നു. കൈകളടിച്ച് ആ ദൈവത്തിന് നന്ദി പറയാം. ഇപ്രകാരം സകലത്തെയും താങ്ങി നിർത്തുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട്. അതിൻ്റെ അർത്ഥം ബൈബിളിൽ, ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നൊരു ഫ്രേസ് ഇങ്ങനെയാണ്: ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വീര്യഭുജം, ശക്തിയുള്ള ദൈവത്തിൻ്റെ കയ്യ്. ദൈവത്തിൻ്റെ കൈക്ക്, എൻ്റെ കൈക്ക് ഭാരങ്ങൾ എടുക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു വലിയ സഞ്ചിയിൽ ഒരു 10 കിലോഗ്രാം അരി എനിക്ക് ഈസി ആയിട്ട് എടുക്കാൻ കഴിയും. 20 ആകുമ്പോൾ ഒരല്പം കൂടി ബുദ്ധിമുട്ടും. ഒരു വലിയ ചാക്ക് അരി ആകുമ്പോൾ എനിക്ക് ഒരുപക്ഷെ മറ്റാരുടെയെങ്കിലും സഹായം വേണ്ടി വരും. എനിക്ക് ഒറ്റയ്ക്ക് പൊക്കാൻ സാധ്യമല്ല. പൊക്കുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ മൈറ്റി ഹാൻഡ്, സ്ട്രോങ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ കൈ കൊണ്ട് സകലത്തെയും അവന് ഉയർത്താൻ കഴിയും. ഏത് ഭാരത്തെയും ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ശക്തിയുള്ള കൈകൾക്ക് സാധിക്കും. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വലിയ കൈക്കായി നമ്മുടെ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. കൈകൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ പറയാം. എബ്രായ ലേഖനത്തിൽ തന്നെ 11-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഈ ദൈവത്തെ, ഇത്രയും ശക്തനായ ദൈവത്തെ ഒന്ന് പ്ലീസ് ചെയ്യണമെങ്കിൽ, ഒന്ന് പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മൾ വലിയ പെർഫോമൻസ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, കസർത്തൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? വിശ്വസിച്ചാൽ മതി. വിശ്വാസം കൂടാതെ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. പലരും പല കാര്യങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പല കാര്യങ്ങൾ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞു, ഇതൊന്നും എനിക്ക് കിട്ടിയാലും ഞാൻ പ്രസാദിക്കാൻ പോകുന്നില്ല. നീ എന്നിൽ വിശ്വസിച്ചാൽ അതെന്നെ ബഹുമാനിക്കുന്നതിന് തുല്യമായി ഞാൻ കണക്കാക്കും. അപ്പോൾ ഞാൻ നിന്നിൽ പ്രസാദിക്കും. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഇന്ന് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ കഴിയും? എനിക്കെൻ്റെ ദൈവത്തെ എൻ്റെ വിശ്വാസം കൊണ്ട് പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ എന്നെ നടത്താൻ ദൈവത്തിന് കഴിയും. നിരാശപ്പെടാതെ എന്നെ നടത്താൻ ദൈവത്തിന് സാധിക്കും എന്ന് ഉള്ളിൽ വിശ്വസിക്കുകയും വാ കൊണ്ട് പറയുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് സന്തോഷമായി ദൈവം നമ്മിൽ പ്രസാദിക്കും. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, വിശ്വാസത്താൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എനിക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് മുതൽ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്? വിശ്വസിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള 3 വാക്യങ്ങൾ കുറിച്ചു വയ്ക്കുക. പിന്നീട് നിങ്ങൾക്ക് വായിക്കാം. വളരെ 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 പ്രശസ്തമായ യേശുവിൻ്റെ മൊഴികളാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അവിടെ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ. ദിസ് ഈസ് ആൻ ഓപ്പൺ ഇൻവിറ്റേഷൻ. തുറന്ന് കർത്താവ് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി നൽകിയിരിക്കുന്ന ഒരു ക്ഷണമാണ്. എന്താണ് ഈ ക്ഷണം? അധ്വാനിക്കുന്നവരെല്ലാം യേശുവിൻ്റെ അടുക്കൽ വരട്ടെ. 2, ഭാരം ചുമക്കുന്ന എല്ലാവരും യേശുവിൻ്റെ അടുക്കൽ വരട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിവിധ രീതിയിലുള്ള ഭാരങ്ങൾ നമ്മൾ ചുമക്കാറുണ്ട്. നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഉറുമ്പിന് അരി ഭാരം, ആനയ്ക്ക് തടി ഭാരം. എന്ന് വെച്ചാൽ ഉറുമ്പിൻ്റെ ജീവിതത്തിൽ ഉറുമ്പ് അല്പമേ ഉള്ളൂ, പക്ഷെ അതിനുണ്ട് ഭാരം. ഒരു അരിമണി വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? അത് ഒത്തിരി പ്രയാസപ്പെട്ട വലിച്ചു, അതാണ് അതിൻ്റെ ജീവിതഭാരം. എന്നാൽ ആന ഉമ്മണി വലുതാ,
പക്ഷേ അത് വളരെ പ്രയാസപ്പെട്ടായിരിക്കും തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുത്തൊരു വലിയ തടി വലിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും അവരവരുടെ കപ്പാസിറ്റിക്ക് ചേർന്ന ഭാരങ്ങളുണ്ടായിരിക്കും. എന്നാൽ ദൈവം പറയുന്നത്, ആ ഭാരങ്ങൾ ചുമക്കുന്നതിന് മുമ്പ് വെയിറ്റ്. ഭാരം ചുമക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ. അടുക്കൽ വന്നാൽ എന്ത് സംഭവിക്കും? കുറച്ചുകൂടി ഭാരം എടുത്ത് തരൂ. ചിലരൊക്കെ അങ്ങനെ വിചാരിക്കുന്നു. ഞാൻ അധികം ഈ ഇടയായിട്ട് പ്രാർത്ഥിക്കാറില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കഷ്ടത കൂടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഒന്ന് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നവർക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലർ പറയാറ്, ഈ ഇടയായിട്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാറില്ല, ദൈവത്തോട് കൂടുതൽ അടുക്കാറില്ല, ചിലപ്പോൾ നല്ല തട്ട് കിട്ടും എന്ന് വിചാരിച്ച് പലരും പോകാറില്ല. യേശു അങ്ങനെയല്ല പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വാ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അവരൊക്കെ ആരുടെ അടുക്കലാണ് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ യേശു പറയുന്നത്, അടുത്ത് വന്നാൽ ഭാരം മാറ്റിത്തരാം. കാരണം അതിനുശേഷം കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ. യേശുവിൻ്റെ പാഠശാലയിലിരുന്ന് പഠിച്ചാൽ, കർത്താവിനെ ഗുരുവായി കണ്ടുകൊണ്ട് യേശുവിനെ ഗുരുനാഥനാക്കി മാറ്റിക്കൊണ്ട് ശിഷ്യത്വം സ്വീകരിച്ച് ഇരിക്കാമെങ്കിൽ, യേശു അതിനുശേഷം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനും ആകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ഞാൻ ആശ്വാസം നൽകും. എനിക്ക് മനസ്സിലായ ഒരു സത്യം ഞാൻ തുറന്നു പറഞ്ഞോട്ടെ. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവരുടെ ഭാരം കുറയും. കാരണം അതിനുശേഷം പറയുന്നത്, എൻ്റെ നുകം മൃദുവാകുന്നു, എൻ്റെ ഭാരം ലഘുവാകുന്നു. വളരെ ചെറിയ ഭാരം മാത്രമേ യേശു കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. വലിയ നുകമല്ല അവർ നമ്മുടെ മേൽ വയ്ക്കുന്നത്. പകരം ഇത് രണ്ടും കർത്താവ് നമുക്ക് വേണ്ടി മാറ്റിത്തരും. എല്ലാ സഹോദരീ സഹോദരന്മാരോടും ഞാനൊരു കാര്യം തുറന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നിരിക്കട്ടെ, ദൈവത്തോട് അടുത്താൽ കൂടുതൽ കൂടുതൽ കഷ്ടതകളും പ്രശ്നങ്ങളും ഭാരങ്ങളും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അത് പച്ചക്കള്ളമാണ്. യേശു എന്താ പറഞ്ഞിരിക്കുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് കൂടുതൽ ഭാരമല്ല, കൂടുതൽ പട്ടിണിയല്ല, കൂടുതൽ പ്രശ്നമല്ല, പിന്നെന്താ ആശ്വാസം തരാമെന്നവൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മൃദുവായ ഒരു നുകം, ലഘുവായ ഒരു ചുമട് മാത്രമേ അവൻ നമ്മുടെ മേൽ വയ്ക്കുകയുള്ളൂ. ഉള്ള ഭാരങ്ങൾ അവൻ എടുത്തു മാറ്റും. കൈകൾ അടിച്ച് ഈ നല്ല യേശുവിന് നന്ദി പറയാം. ഉച്ചത്തിൽ ഹാലേലൂയ പറയാം. കൈകൾ അടിച്ചുകൊണ്ട് ഹാലേലൂയ പറയാം. കൈകളെ ഉയർത്തിപ്പിടിച്ച് ഹാലേലൂയ പറയാം. ഈ ദൈവം എന്തെല്ലാം ഭാരങ്ങളാണ് ചുമക്കുന്നത്? 38-ാം സങ്കീർത്തനം 4-ാമത്തെ വചനം പറയുന്നു, എൻ്റെ കുറ്റം ഒരു വലിയ കനത്ത ഭാരമായി, എനിക്ക് താങ്ങുവാൻ കഴിയാത്ത ഒരു ഭാരമായി തീർന്നു. ഒരു വ്യക്തി പാപം ചെയ്തു. പാപം ചെയ്യുമ്പോൾ പാപത്തിനൊരു വെയിറ്റ് ഉണ്ട്, പാപത്തിനൊരു ഭാരമുണ്ട്. ചെയ്യാൻ പാടില്ലാത്തൊരു കുറ്റം, പാപം നമ്മൾ ചെയ്താൽ നമ്മുടെ ഹൃദയത്തിനകത്ത് അതൊരു വലിയ ഭാരമായി തീരും. കുറ്റബോധമായി ചിലപ്പോൾ രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കാണും. ചിലരൊക്കെ മൗനിയാകും. കുറ്റബോധം കൊണ്ട് അവരുടെ ജീവിതം കുനിഞ്ഞു പോകും. നേരെ നോക്കിയില്ല. സമൂഹത്തിൽ നിവർന്ന് നടക്കാൻ അവർക്ക് സാധ്യമല്ല. ഇതിൻ്റെ പേരാണ് പാപഭാരം. എല്ലാവരും പറയാമോ? ഉറക്കെ പറയാമോ? ഇത് കഴിഞ്ഞ വർഷം തുടങ്ങിയ ഭാരമൊന്നുമല്ല. ഇത് തുടങ്ങിയത് മനുഷ്യനുണ്ടായ കാലം മുതൽ. ഉണ്ടായ കാലം മുതൽ എന്ന് പറഞ്ഞാൽ ആദവും തൻ്റെ ഭാര്യ ഹവ്വയും ആദ്യമായി അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്ത ആ സമയം മുതലുള്ളതാണ് പാപഭാരം. ഇത് ലോകത്തിൽ മുഴുവനുമുണ്ട് പാപഭാരം. ഈ പാപഭാരം കൊണ്ട് പലരും അവരുടെ വ്യക്തിത്വത്തിന് വികസനമില്ലാതായി തീരുന്നു. വ്യക്തിത്വം വികസിക്കാൻ കഴിയാതെ അവർ പാപത്തിൽ ആ ഭാരം ചുമന്ന് അവരുടെ ശരിയായ കഴിവുകൾ പുറത്തേക്ക് വരാതെ വല്ലാത്ത ഭാരത്തിൻ്റെ കീഴിൽ അവർ ജീവിക്കുകയാണ്. ഈ പാപഭാരം മാറ്റാൻ വേണ്ടി പലരും ചെയ്യുന്നത്, ചിലരൊക്കെ നല്ല പ്രവൃത്തികളൊക്കെ, സൽപ്രവൃത്തികളൊക്കെ ചെയ്ത് അതിൻ്റെ കടം വീട്ടാൻ വേണ്ടി. ഒരാൾ എന്നോട് വന്ന് പറഞ്ഞതാണ്, ഞാൻ കഴിഞ്ഞ ജീവിതകാലത്ത് ഒത്തിരി
തെറ്റൊക്കെ ചെയ്തു. അതുകൊണ്ട് എല്ലാ വർഷവും ഒരു 50 പേർക്ക് കഞ്ഞി വെച്ച് ഞാൻ കൊടുക്കും. വർഷത്തിലൊരിക്കൽ അദ്ദേഹം ഒരു പന്തലൊക്കെ ഇട്ട് കുറേ പേരെ നാട്ടുകാരെ വിളിച്ച് 50 പേർക്ക് കഞ്ഞി കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കഞ്ഞി കൊടുക്കുന്നത്? ആ അന്നത്തെ പാപത്തിന് ഒരു പരിഹാരമായി, ഒരു പ്രായശ്ചിത്തമായി. പക്ഷേ അതുകൊണ്ട് ഈ ഭാരം മാറുമോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ വലിയ പാപങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു 1000 പേർക്ക് കഞ്ഞി വെച്ച് കൊടുത്താൽ പോരെ. പക്ഷേ മറ്റുള്ളവർക്ക് സൽപ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട്, ഭക്ഷണം കൊടുത്തത് കൊണ്ട് എൻ്റെ പാപഭാരം മാറുകയില്ല. നസറേത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് യേശു വളരുന്നത്. ബാല്യകാലം കഴിച്ചു കൂട്ടിയതും ഏകദേശം 30 വയസ്സ് വരെ യേശു വളർന്നത് നസറേത്തിലാണ്. അതിനുശേഷം യേശു വീണ്ടും അവിടെ നിന്ന് യാത്ര ചെയ്ത് യോർദാൻ നദിയുടെ അടുക്കലെത്തിയപ്പോൾ സ്നാപക യോഹന്നാൻ, എത്ര പേര് കേട്ടിട്ടുണ്ട്? യോഹന്നാൻ സ്നാപകൻ ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി ബൈബിൾ അറിയാം. സ്നാപക യോഹന്നാൻ്റെ അടുക്കൽ സ്നാപക യോഹന്നാൻ ചെയ്തത് ശക്തിയോടെ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അത്യുഗ്ര സിംഹത്തെ പോലെയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ആരെയും മാനിക്കുന്ന പ്രശ്നമില്ല. പട്ടാളക്കാർ മുമ്പിൽ വന്ന് നിന്നാലും സല്യൂട്ട് അടിക്കുകയൊന്നുമില്ല. സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുക, ഇല്ലെങ്കിൽ നിന്റെ വൃക്ഷത്തിൻ്റെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. ഈ രീതിയിലുള്ള ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. പക്ഷേ ഒത്തിരി പേർ മാനസാന്തരപ്പെട്ട്. കാരണം അദ്ദേഹം പ്രസംഗിച്ചത് പരിശുദ്ധാത്മാവിലായിരുന്നു. കട്ടിയുള്ള പ്രസംഗമാണെങ്കിലും പരിശുദ്ധാത്മാവിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹം വെള്ളത്തിലിറങ്ങി മാനസാന്തരപ്പെടുന്നവരെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇങ്ങനൊരു വലിയ ജനക്കൂട്ടം യോർദാൻ നദിയുടെ തീരത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നു. കൂടാതെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടുന്നവരെ മാനസാന്തര സ്നാനം എന്ന ഒന്ന് യഹൂദന്മാർക്കിടയിലുണ്ടായിരുന്ന ആ രീതിയിൽ അദ്ദേഹം സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് സ്നാപക യോഹന്നാൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ നിർത്തി. ശ്രദ്ധിച്ച് കേൾക്കണം. നിർത്തിയിട്ട് ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: ഇതോ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഉടനെ തന്നെ എല്ലാവരും ശ്രദ്ധ എങ്ങോട്ടാണ് നോക്കിയത്? അതിന് നടുവിൽ അപ്പോൾ യേശു വന്നു നിൽക്കുകയാണ്. എത്ര പേർ ഹല്ലേലൂയ പറയും? ഇത്രയും വലിയ ജനക്കൂട്ടത്തിനിടയിൽ സ്നാപക യോഹന്നാൻ ഒരാളെ തിരിച്ചറിഞ്ഞു. അയാളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതുവരെ ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ. യേശുവിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ചുമക്കുവാൻ അവന് സാധിക്കും. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഞാനൊരു വലിയ കുറ്റം ചെയ്തു എന്ന് വിചാരിക്കുക. എന്നാൽ ജനം തെറ്റിദ്ധരിച്ച് നിങ്ങളെ പിടികൂടി. ഞാനാണ് തെറ്റ് ചെയ്തത്, പക്ഷെ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. നിങ്ങളത് സഹിക്കുമോ? പോകുന്ന വഴിയിലെല്ലാം ഉറക്കെ കരഞ്ഞു പറയും, ഞാനല്ല, ദാ ഓടുന്ന പുള്ളിയാണ് തെറ്റ് ചെയ്തത്, ഞാനല്ല, എന്നെ വിട്. പക്ഷെ യേശു ചെയ്തതെന്നറിയാമോ? ആദാം മുതൽ ഇങ്ങോട്ട് സകലരും ചെയ്ത പാപങ്ങളുടെ കുറ്റം അവൻ്റെ മേൽ ആരോപിക്കപ്പെട്ടു. ഇവനാണ്. പക്ഷെ യേശു സന്തോഷത്തോടെ ആ കുറ്റം മുഴുവൻ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ലോകത്തിൻ്റെ പാപഭാരം ചുമക്കുന്നത് ഒരൊറ്റ വ്യക്തിയാണ്. ഒരു എളുപ്പവഴി നിങ്ങളോട് പറയാം. ആരുടെയെങ്കിലും ഉള്ളിൽ മനസാക്ഷിയിൽ ഇന്നും അയ്യോ അന്ന് 95 ഞാൻ ചെയ്ത ആ പാപം, മൈ ഗോഡ്, എങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് അത് കളയും? പലതും ചെയ്തു നോക്കി, പുണ്യപ്രവർത്തികൾ ചെയ്തു നോക്കി, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്ത് നോക്കി, പല പ്രാവശ്യം അനുഭവിച്ചു. എല്ലാ ദിവസവും ദൈവമേ ക്ഷമിക്കണമേ, ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. ആകെ ചെയ്യേണ്ടത്, യേശു എൻ്റെ ആ പാപത്തിൻ്റെ കുറ്റത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് ഞാനിനി കുറ്റവാളിയല്ല, യേശു ആ കുറ്റം എന്നിൽ നിന്ന് മാറ്റി എന്ന് വിശ്വസിച്ച ആ നിമിഷം 10 ടൺ ഭാരമുള്ളതായാലും ശരി, ആ പാപഭാരം നിന്നിൽ നിന്നും എടുത്ത് മാറ്റപ്പെടും. വെരി വെരി സിമ്പിൾ. ഇതാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. ഈ നിൽക്കുന്ന
എന്ന ആൻറ്റിയുടെ പേര് ആലീസ് വർഗീസ് എന്നാണ്. തൻ്റെ കുടുംബത്തിൽ തൻ്റെ ബന്ധുക്കൾക്ക് ചെയ്ത വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് താൻ ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഇവിടെ നിൽക്കുന്നത്. തൻ്റെ സഹോദരൻ്റെ ഭാര്യ കുറച്ചധികം നാളുകളായി സ്കിൻ അലർജി, ശരീരത്തിൽ അലർജിയുടെ അസുഖം, പ്രത്യേകിച്ച് മത്സ്യാഹാരങ്ങൾ തുടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിൽ ചൊറിച്ചിൽ വരിക, ചൊറിഞ്ഞ് തടിക്കുക തുടങ്ങിയ അസുഖങ്ങളാൽ താൻ ഏറെ ഭാരപ്പെട്ടിരുന്നു. താൻ പറയുന്നത് ഇങ്ങനെയാണ്, രാത്രി കാലങ്ങളിൽ പലപ്പോഴും ഉറങ്ങുവാൻ കഴിയാതെ അത്രത്തോളം പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് ഇവർ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ സഹോദരി പറയുന്നത് എങ്ങനെയാണ്, പ്രാർത്ഥനയ്ക്ക് ശേഷം അന്ന് മുതൽ തന്നെ തൻ്റെ ശരീരത്തിലെ സ്കിൻ അലർജി മാറി എന്ന് പറയുന്നു. ഞാൻ ചോദിച്ചു, അതിനുശേഷം ആഹാരങ്ങൾ കഴിക്കുവാൻ തുടങ്ങിയോ എന്ന്. സഹോദരി പറയുന്നത് എങ്ങനെയാണ്, അതിനുശേഷം എല്ലാ ആഹാരങ്ങളും കഴിക്കാം, ഇപ്പോൾ ശരീരം ചൊറിഞ്ഞു തടിക്കുന്നില്ല, താൻ പൂർണ്ണമായും സൗഖ്യമായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ സഹോദരിയുടെ ഒരു സാക്ഷ്യം കൂടി താനിവിടെ പറയുകയാണ്. തൻ്റെ സഹോദരിക്ക് 1 വർഷമായിട്ട് ബ്ലീഡിങ്ങിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, യൂട്രസ് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടിയുള്ള ഓപ്പറേഷൻ്റെ ഡേറ്റ് വരെയും ഫിക്സ് ചെയ്തു. അടുത്ത ദിവസം ഓപ്പറേഷൻ ചെയ്യാമെന്ന് തീരുമാനിച്ച് നിൽക്കുമ്പോഴാണ് വീണ്ടും ഇവർ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. ഈ സഹോദരി പറയുന്നു, താൻ ഉറപ്പായി വിശ്വസിച്ചിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ഇവർ വിളിച്ചു പ്രാർത്ഥിച്ചു. സഹോദരി പറയുന്നു, തന്നെ ചികിത്സിച്ച അതേ ഡോക്ടർമാർ തന്നെ ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നു, തൻ്റെ യൂട്രസ് മാറ്റിവെക്കേണ്ട, ബ്ലീഡിങ് ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ കൃപകളാൽ ദൈവത്തിൻ്റെ അത്ഭുതം നടന്നു, അത് സൗഖ്യമായെന്ന് താൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക്, കൃപാസനത്തിലേക്ക് വിശ്വാസത്തോടെ ഒരുമിച്ച് വരുന്നു. ഇപ്പോൾ അങ്ങ് രോഗികളെ സൗഖ്യമാക്കണമേ, പ്രശ്നങ്ങളിലായിരിക്കുന്നവരെ വിടുവിക്കണമേ എന്നീ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ വിടുതലുകൾ ഇപ്പോൾ നടക്കുവാൻ തുടങ്ങട്ടെ. തൈറോയിഡ് പ്രശ്നമുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ആസ്മ രോഗത്തെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി, കർത്താവെ അവിശ്വസനീയമായ രീതിയിൽ തന്നെ അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നട്ടലിൻ്റെ തകരാറുള്ളവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ രീതിയിലുള്ള ആന്തരാവയവങ്ങൾക്കുള്ള തകരാറുകൾ സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, നിൻ്റെ അത്ഭുതങ്ങൾ ഇപ്പോൾ ഓരോ വ്യക്തിയിലും നടക്കുന്നതിനാൽ നന്ദി പറയും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ മേൽ ദൈവികമായൊരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും ഹൃദയത്തിൽ വിശ്വസിക്കുക. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി യേശുവിൽ നിന്നും അത് സ്വീകരിക്കുക. കർത്താവെ, ഓരോരുത്തരുടെ മേൽ അവർക്ക് ആവശ്യമുള്ള വിടുതലുകൾ അങ്ങ് അയക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് വെള്ളിയാഴ്ച കോഴഞ്ചേരിയിലും അതിനടുത്ത ദിവസം ശനിയാഴ്ച കാട്ടക്കടയിലുമാണ്. ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അതിലൂടെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വിടുതലുകൾ എന്തൊക്കെയാണ്, ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കേൾക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. തീർച്ചയായും വരണം. കൂടാതെ ഇന്ന് സെർമൺ നോട്ട് കീപ്പർ എന്ന ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള
ഈ പ്രസിദ്ധീകരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ദിവസവും ബ്ലെസ്സിങ് ടുഡേയിൽ കേൾക്കുന്ന, അതല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായി നിങ്ങൾ കേൾക്കുന്ന ദൈവവചന സന്ദേശങ്ങൾ കുറിച്ചു വയ്ക്കുവാനുള്ളൊരു പുസ്തകമാണ്. ഇതിൻ്റെ കോപ്പികൾ കരസ്ഥമാക്കുക. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. നാളത്തെ പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്. 2 ശമൂവേൽ 14-ാം അധ്യായത്തിൽ യോവാബിന്റെ കൃഷി ചുട്ടുകളയുവാൻ ഉത്തരവിട്ടത് ആര്? Who ordered to set fire on Joab's barley field? Options: A. Ahithophel, B. Zadok, C. Absalom, D. David. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ഓയിൻ ബുക്സ് ആണ്.